ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് ലവ്ലി എന്ന് പറയുന്ന മാത്യു തോമസിൻ്റെ പടത്തിൻ്റെ ടൈറ്റിലാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഈ ടൈറ്റിലിൽ ശരിക്കും പറഞ്ഞ ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോണേ. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ടൈറ്റിൽ സ്കാൻ ചെയ്ത് ഇല്ലുസ്ട്രേറ്ററിലോട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മുന്നത്തെ വീഡിയോയിലുണ്ട്. ആ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും ഞാനത് പറയുന്നത് ബോറടിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ നമുക്ക് ലവ്ലിയുടെ ടൈറ്റിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ ലവ്ലി എന്ന് പറഞ്ഞ് നമ്മൾ ആ ട്രേസ് ചെയ്തെടുത്ത സംഭവം നമ്മൾ എടുത്തു. അതിനെ നേരെ ഫോട്ടോഷോപ്പിലായിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ചില ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് Ctrl+C അടിച്ച് നേരെ Ctrl+V അടിച്ചാൽ ഫോട്ടോഷോപ്പിലായിട്ട് എത്തുന്നതാണ്. അത് നമ്മളൊരു ലെയറായിട്ട് അവിടെ വന്നു കഴിഞ്ഞു. ഇനി അതിന് നമുക്കൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് കൊടുക്കുകയാണ്. നമ്മളൊരു ഗ്രേഡിയൻ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തത്. ഇതാണ് നമ്മൾ ഡൗൺലോഡ് എടുത്ത ഗ്രേഡിയൻ്റ്. അത് നമ്മൾ ആ ടൈറ്റിലിന് മുകളിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അതിനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് അതിനെ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ അത് ആ ടൈറ്റിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ അതൊരു ഗ്രേഡിയൻ്റ് ആയി കഴിഞ്ഞു. ഇനി അതിനെ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ചേർന്ന ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ലവ്ലി എന്ന് പറയുന്ന മൾട്ടി കളർ ഗ്രേഡിയൻ്റ് ആക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മളൊരു ബ്രഷ് ടൂൾ വെച്ചിട്ട് ഒരു കളർ പിക്ക് ചെയ്യുന്നു. ആ കളർ നമ്മൾ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഇമേജിൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഉപയോഗിച്ച് നമ്മളതിനെ കളർ ചേഞ്ചസ് മാറ്റി അതിൻ്റെ കളർ പാറ്റേൺ മാറ്റുന്നു. ഹ്യൂവിലൊക്കെ മാറ്റം വരുമ്പോൾ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഓറഞ്ച് റിലേറ്റഡ് കളർ വന്നു. അതിന് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പറേ നമ്മൾ ലാ എന്ന് എഴുതിയേക്കുന്ന ഭാഗത്ത് നമ്മളൊരു പുതിയ കളർ നമ്മൾ അവിടെ ഒരു പുതിയ ലെയറിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ശേഷം ഇമേജിൽ പോകുന്നു. ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കണ്ടോ അതിൻ്റെ അകത്ത് കളർ മാറ്റി. ഇപ്പോൾ നമ്മളൊരു മൾട്ടി കളർ ഗ്രേഡിയൻ്റ് ആയിട്ട് കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ ഒരു മൾട്ടി കളർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല ടൈറ്റിലുകളുണ്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ ഇതിനൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. നമ്മൾ ഡാർക്ക് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളർ കൊടുക്കുക. ഫോർഗ്രൗണ്ട് അന്നേരം കുറച്ചുകൂടെ നല്ല ഒരു ബ്രൈറ്റായിട്ട് കിട്ടും. നമ്മളതിനെ സേവ് ചെയ്തു. നേരെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നു. ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ അത് ലെയറിലാണ്. ക്ലിപ്പിംഗ് മാസ്ക് ആയിപ്പോയി. ഇനി അതിൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആക്കണം. കണ്ടോ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആക്കുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി സാധനം വരും. കണ്ടോ ഇപ്പോൾ സംഭവം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ലവ്ലി എന്ന് എഴുതിയേക്കുന്ന ടൈറ്റിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നപ്പോൾ അതൊരു സ്മൂത്ത് ലെയറായിട്ട് മാറി. ഇപ്പോൾ ഇത്രേ ഉള്ളൂ ലവ്ലി എന്ന് പറയുന്ന പടത്തിൻ്റെ ടൈറ്റിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുവരേക്കും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും